അമേരിക്കയുടെ 3 F-50E യുദ്ധവിമാനങ്ങൾ കുവൈത്തിൽ തകർന്നു വീണു. കുവൈത്ത് അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാണെന്ന് അമേരിക്ക പറഞ്ഞു. എന്നാൽ US യുദ്ധവിമാനങ്ങൾ തങ്ങൾ തകർത്തതാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. വിമാനങ്ങളിൽ ഉണ്ടായിരുന്ന 6 ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അമേരിക്കൻ വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. ഇറാനെതിരെയുള്ള സൈനിക ഓപ്പറേഷനിൽ കുവൈത്ത് പ്രതിരോധ സേന നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നുവെന്നും US സൈന്യം പറഞ്ഞു. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് തങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പെയിനും വ്യക്തമാക്കി. തങ്ങളുടെ താവളങ്ങൾ ഈ സൈനിക നടപടികൾക്കായി ഉപയോഗിക്കുന്നില്ലെന്ന് സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറസ് അറിയിച്ചു. സ്പെയിനിലെ റോട്ട നാവികതാവളവും മോറോൺ വ്യോമതാവളവും സ്പാനിഷ് പരമാധികാരത്തിന് കീഴിലാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ കരാറുകൾക്ക് വിരുദ്ധമായ നീക്കങ്ങൾക്ക് ഇവ വിട്ടുനൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാനുഷിക പരിഗണനകൾ മുൻനിർത്തിയുള്ള ആവശ്യങ്ങൾക്കല്ലാതെ ഈ താവളങ്ങളിൽ നിന്ന് പിന്തുണ നൽകില്ലെന്ന് പ്രതിരോധ മന്ത്രി മാർഗരിറ്റ റോബിൾസ് അറിയിച്ചു. അതേസമയം ഗൾഫ് രാജ്യങ്ങൾക്ക് എതിരെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളെയും സ്പെയിൻ അപലപിച്ചിട്ടുണ്ട്. ഇറാന് നേരെയുള്ള ആക്രമണം ആരംഭിച്ചതിനു ശേഷം സ്പെയിനിലെ താവളങ്ങളിൽ നിന്ന് 15 അമേരിക്കൻ വിമാനങ്ങൾ പുറപ്പെട്ടു. ഇതിൽ 7 വിമാനങ്ങൾ ജർമ്മനിയിലെ രാംസ്റൈൻ വ്യോമതാവളത്തിൽ ഇറക്കിയതായാണ് വിവരം. പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്പെയിൻ മാത്രമാണ് അമേരിക്കൻ നീക്കത്തെ ഇത്തരത്തിൽ ശക്തമായി എതിർക്കുന്നത്. ബ്രിട്ടൻ ആദ്യം വിമുഖത കാട്ടിയെങ്കിലും പശ്ചിമേഷ്യയിലെ ഊർജ്ജ വിതരണ ശൃംഖലയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായതോടെ തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകി. യൂറോപ്പിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങളായ ഫ്രാൻസും ജർമ്മനിയും അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കു നേരെ ഇറാൻ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളിൽ തങ്ങൾ ആശങ്കാകുലരാണെന്നും അമേരിക്കയോടും മറ്റു പ്രാദേശിക സഖ്യകക്ഷികളോടും ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം ഇറാനെ ആക്രമിച്ചത് എന്തിനെന്ന ചോദ്യത്തിന് വിചിത്ര മറുപടിയുമായാണ് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനിൽ നിന്ന് അടിയന്തര സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു എന്ന വാദങ്ങൾ പൊളിക്കുന്നതാണ് മാർക്കോ റൂബിയോയുടെ പ്രസ്താവന. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇറാൻ USനെയും ആക്രമിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കാത്തിരുന്നാൽ കൂടുതൽ ആൾനാശം ഉണ്ടാകുമെന്ന് വിലയിരുത്തി. അതിനാലാണ് ആക്രമിച്ചതെന്നാണ് റൂബിയോയുടെ വിശദീകരണം. ഇറാൻ അല്ല, മറിച്ച് ഇസ്രായേലാണ് ആക്രമണത്തിന് മുതിർന്നതെന്നും ഇറാനിൽ നിന്ന് ഒരു അടിയന്തര ഭീഷണി ഉണ്ടായിരുന്നില്ലെന്നുമാണ് റൂബിയോ സമ്മതിക്കുന്നത്. ഖമനയെ വധിക്കുന്നതിന് ഒരു കാരണവും ഉണ്ടായിരുന്നില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പിടിവാശിക്ക് അമേരിക്കയും വഴങ്ങിയതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനീവയിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ എന്തിനാണ് ഇറാനെ ആക്രമിച്ച് പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ലോകം ഒന്നാകെ ഉയർത്തിയ ചോദ്യത്തിന് ഇറാന്റെ ആക്രമണം തടയാൻ മറ്റു വഴിയില്ലെന്നായിരുന്നു ഇസ്രായേലി പ്രതിരോധ സേനയുടെ വിശദീകരണം. സൈനിക നടപടി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശത്തിൽ ഡൊണാൾഡ് ട്രംപും ഇതേ വാദമുയർത്തി. എന്നാൽ യുദ്ധം തുടങ്ങിവെക്കാൻ ഇറാന് പദ്ധതിയുണ്ടായിരുന്നില്ലെന്നും ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുമെന്നും അറിയാമായിരുന്നുവെന്നുമാണ് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ പറയുന്നത്. ഇതോടെ ഖമനയെ വധത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ന്യായീകരണങ്ങൾ പൊളിയുകയാണ്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിടിവാശിക്ക് വഴങ്ങി അമേരിക്കയും സൈനിക നടപടിയിൽ പങ്കാളികളായി എന്നാണ് മാർക്കോ റൂബിയോ തുറന്നു പറഞ്ഞത്. റൂബിയോയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ അമേരിക്ക അനാവശ്യമായി പങ്കുചേർന്നുവെന്ന വിമർശനവുമായി നിരവധി സെനറ്റർമാരും ഗവർണർമാരും രംഗത്തെത്തി. ട്രംപ് അനുകൂലിയും വലതുപക്ഷ പോഡ്കാസ്റ്ററുമായ ടക്കർ കാൾസൺ ഇറാനിലെ യുദ്ധം അമേരിക്കയുടേതല്ലെന്ന് തുറന്നടിച്ചു. റൂബിയോയുടെ പ്രസ്താവനയെ ആയുധമാക്കി ഇറാനും രംഗത്തെത്തി. അമേരിക്ക യുദ്ധം ചെയ്തത് ഇസ്രായേലിന് വേണ്ടിയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും വിമർശിച്ചു. പുതിയ യുദ്ധങ്ങൾ തുടങ്ങില്ലെന്ന് അനുനായികൾക്ക് ഉറപ്പ് നൽകി അധികാരത്തിലെത്തിയ ട്രംപിന് റൂബിയോയുടെ തുറന്നുപറച്ചിൽ കുരുക്കാകുമെന്നായിരുന്നു വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.